വൈരുദ്ധ്യമേ, വൈരുദ്ധ്യത്തിൻ്റെ പേരാണ് നൗഷാദ്. കുരുവട്ടൂർ, അതാണ് അതിൻ്റെ പേര്, വൈരുദ്ധ്യം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവൻ ഇപ്പം പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴത്തേന് മറക്കണം. ഇവൻ്റെ തലച്ചോറ് നായാക്കിയിരിക്കണം, അതാണ് സംഭവം. ഇവപ്പം പറഞ്ഞത് കുറച്ച് കഴിയുമ്പോഴത്തേന് മറക്കുകയാണ്. ഓരോ സമയത്തും അങ്ങനെ തന്നെ. ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു വിഷയം പറയണത്, കക്കാട് മുഹമ്മദ് ഫൈസിയെ നമ്മളെ വടിത്തങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ചിരുന്നു അത്രേ മടവൂർ കോട്ടയിലേക്ക്. മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ചിരുന്നു. ഈ നൗഷാദ് തന്നെ പറയുന്നുണ്ട്, മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ചിരുന്നു. എന്നിട്ടാണ് കക്കാട് വരുന്നത്. മാസങ്ങൾക്ക് മുമ്പ് മടവൂർ കോട്ടയിൽ നടക്കുന്ന ആ പരിപാടിയിലേക്ക് കക്കാടിനെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ കക്കാട് എന്ത് ചെയ്തു, അങ്ങനെ വന്ന ആ സംഭവം പറയുന്നുണ്ട്, അത് നമുക്ക് കേൾക്കാം. യഹിയൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ മടവൂർ കോട്ടയിൽ അന്ന് തുടക്കത്തിൽ തന്നെ കക്കാട് മുഹമ്മദ് ഫൈസി വന്നു. നൗഷാദ് ഈ പറയണത് ശ്രദ്ധിക്കട്ടോ. മടവൂർ കോട്ടയിൽ യഹിയൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പരിപാടിയിലേക്ക് തുടക്കത്തിൽ തന്നെ ആര് വന്നു? തുടക്കത്തിൽ തന്നെ കക്കാട് വന്നു, കക്കാട് ഫൈസി വന്നു. ബാക്കി യഹിയൽ ബുഖാരി തങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ചതാണ് മൂപ്പരെ. ആരെ? കക്കാടിനെ. യഹിയൽ ബുഖാരി തങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ചതാണ് കക്കാട് മുഹമ്മദ് ഫൈസിയെ മടവൂർ കോട്ടയിലേക്ക് പ്രസംഗിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിനും കടന്നു വരുമല്ലോ. ഇവരെല്ലാവരും കൂടി നമ്മൾ കോട്ടയിൽ ചെന്നപ്പോൾ കക്കാട് ഫൈസിനെ കൊണ്ടുവന്ന് അയാൾ പാവം കുടുങ്ങിപ്പോയി. എങ്ങനെയുണ്ട്? ഇപ്പൊ കക്കാട് ഫൈസിയെ മടവൂർ കോട്ടയിലേക്ക് ഏപ്പിക്കാർ ക്ഷണിച്ച മാതിരി അബൻ്റെ വർത്താനം. ഇവരെല്ലാവരും കൂടിയും കക്കാട് മുഹമ്മദ് ഫൈസിയെ മടവൂർ കോട്ടയിലേക്ക് കൊടുന്നുകാണ്ട് കക്കാട് ഫൈസി കുടുങ്ങിപ്പോയി. കക്കാട് ഫൈസി എന്തിനാ കൈ കൊടുങ്ങണത്? കക്കാട് ഫൈസി എന്തിനാ കൊടുങ്ങണത്? അനക്ക് തീരെ തലച്ചോറില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇപ്പോൾ മറ്റേ ഈ കുന്ത്രാണത്തിലേക്ക് ഈ ചങ്ങായിൻ്റെ ഒപ്പം പോയ അവിടുന്ന് കിട്ടും എൻ്റെ അടപ്പൂരി, എൻ്റെ കഥ കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും കയറി വരും. ഇടയ്ക്കിടയ്ക്ക് കയറി വന്ന ആളാണോ കക്കാട് ഫൈസി? ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കയറി വരും എന്ന് പറഞ്ഞിട്ട് ആളെ കക്കാട് ഫൈസിനെയാണല്ലോ പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കയറി വരും എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ കക്കാട് ഫൈസി? അതിൻ്റെ അർത്ഥം യഹിയൽ ബുഖാരി തങ്ങളെ പരിഹസിക്കല്ലേ. കാരണം യഹിയൽ ബുഖാരി തങ്ങൾക്ക് ഒരു അന്തല്ലാത്ത കോലാണല്ലോ എൻ്റെ സംസാരം. അന്തല്ലാത്ത കോലത്തിലാക്കി തീർക്കുന്ന രൂപത്തിലാണല്ലോ എൻ്റെ സംസാരം. കാരണം എന്തുകൊണ്ട്? യഹിയൽ ബുഖാരി ക്ഷണിച്ച, യഹിയൽ ബുഖാരി എന്ന് പേരുള്ള നമ്മളെ വടിത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മടവൂർ കോട്ട നടത്തുന്ന ആ മടവൂർ കോട്ടയിലേക്ക് കക്കാട് മുഹമ്മദ് ഫൈസിയെ മാസങ്ങൾക്ക് മുമ്പ് ക്ഷണിച്ചു. അങ്ങനെ കക്കാട് ഫൈസി നേരത്തെ തന്നെ അവിടെ വന്ന് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ ഈ കക്കൂസിയേറ്റ് തന്നെയാണ്, എൻ്റെ ഈ തൊള്ളേറ്റ് തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് പിറ്റേന്നല്ല പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടുള്ള പ്രസംഗം എത്തിയപ്പത്തിന് കക്കാട് ഫൈസിനെ തട്ടിപ്പറഞ്ഞു. എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വലിഞ്ഞു കയറി വരിക. അങ്ങനെ വലിഞ്ഞു കയറി വന്ന ആളാണ് കക്കാട് ഫൈസി. ആ കക്കാട് ഫൈസി അവിടെ വന്നുകാണ്ട് പ്രസംഗിച്ച് കുടുങ്ങിപ്പോയി. ഇവരണ് വിളിച്ചു വരുത്തിയതാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇജന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇജ് വെറുതെ ജസ്റ്റ് നൗഷാദേ, ഇജു എൻ്റെ കുരുവട്ടൂർ മറ്റേ കുഞ്ഞേമീന് പിന്നെ ഒന്നുമില്ല, അതുകൊണ്ട് ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല. പമ്പേസിനാണെന്ന് വെച്ചാലോ പിന്നെ അവനതിന് ഒന്നും കേൾക്കാനൊന്നും നേരം ഉണ്ടാവില്ല. കാരണം ആടുകളായിട്ട് നടക്കുകയാണല്ലോ. അനക്കിപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണല്ലോ. എവിടുന്നെങ്കിലും വല്ല മുറിയും കിട്ടുമോ അല്ലേ നോക്കിയിട്ട്, എന്തെങ്കിലും കിട്ടുമല്ലേ നോക്കിയാണ്ട് തിരഞ്ഞെടുക്കുകയാണല്ലോ. അപ്പോൾ ഇജൊന്ന് ഇങ്ങനെ കടക്കുമ്പോൾ ചിന്തിക്കും, പഠിച്ചോനെ ഞാൻ ഇപ്പം എന്താ ഇന്നലെ പറഞ്ഞത്? ഇന്നലെ ഞാൻ എന്തേ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ച ഞാൻ എന്തേ പറഞ്ഞത്? അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ തന്നെ എൻ്റെ ബുദ്ധി ചിലപ്പോൾ ഒന്ന് വികസിക്കും. സാധ്യത ഉണ്ട്, ബുദ്ധി വികസിക്കാൻ സാധ്യത ഉണ്ട്. കാരണം എന്തുകൊണ്ട് വെച്ചാൽ എല്ലാ വൈരുദ്ധ്യം തന്നെ പറയണത്. ഇജ് തലേന്ന് പ്രസംഗിക്കുക, പിറ്റേന്ന് അതിന് മറുപടി അറിയാം. ഇജ് പ്രസംഗിച്ചതിന് തന്നെ കുറേ അത് ഇടുക, കുറേ ഇത് ഇടുക, കുറേ
പിന്നെ പേരോട് ഉസ്താദിനെ പറയാം, ഇന്ന് പേരോട് ഉസ്താദിനെ പറയാം, നാളെ പൊന്മൾ ഉസ്താദിനെ പറയാം, മറ്റന്നാൾ അക്കി മസേരിനെ പറയാം, പിന്നീട് പേരോട് ഉസ്താദിനെ പറയാം, പൊന്മൾ ഉസ്താദിനെ പറയാം, അക്കി മസേരിനെ പറയാം. ഇങ്ങനെ പിന്നെ തിരിച്ചും മറിച്ചും ഓല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുക. എടാ ആലിമീങ്ങളെ പറഞ്ഞ ഓനൊരിക്കലും എന്തല്ല, ഓനൊരു ഒരു ത്വരീക്കത്തുകാരനല്ല, ഒരു യഥാർത്ഥ ത്വരീക്കത്തുകാരനല്ല. ഇത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞല്ലോ. നമ്മുടെ കല്ലൂർ ഉസ്താദ് 25-30 വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ച അന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ശരീഅത്ത് വിട്ട് ത്വരീക്കത്തിലേക്ക് എന്ന് കയറിപ്പോയി, ത്വരീക്കത്തിൽ കയറി അവരങ്ങനെ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ ത്വരീക്കത്തിൽ കയറി ആലിമീങ്ങളെ തെറി പറയുന്ന ആളുകൾ ഉണ്ടായാൽ ആലിമീങ്ങളെ തെറി പറയുന്നവർ, സ്വന്തം പഠിപ്പിച്ച ഉസ്താദുമാർക്ക് വിവരമില്ല എന്ന് പറയുന്നവർ, അവർ മൂഢന്മാരാണ് എന്ന് പറയുന്നവർ, അങ്ങനെ പ്രസംഗിക്കുന്ന ഏത് ഖുറൈശിയാണെങ്കിലും അവൻ കള്ള ത്വരീക്കത്തുകാരനാണ് കേട്ടോ. അത് എവിടെ ഉണ്ടായപ്പോൾ പറഞ്ഞാറിയോ? ഇജൊക്കെ ഇതിലുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞതാ. പിന്നെ ഇജന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സംഘടന വിട്ടു പോയിട്ടുണ്ട്, ഈ കാട്ടുകള്ളനോടൊപ്പം കൂടിയിട്ടുണ്ട്, എന്നാലും എൻ്റെ നാക്ക് കൊണ്ട് ഒരു വാക്ക് പോലും സുൽത്താനുൽ കാന്തപുരം AP ഉസ്താദിന് ഞാൻ പറയുകയില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗജന നടത്തിയിരുന്നു. അങ്ങനെങ്ങാനും ഞാൻ പറഞ്ഞാൽ അത് മുതൽ എനിക്ക് പിരാന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ആരാ പറഞ്ഞത്? നൗഷാദാ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കണം. നമ്മൾ നൗഷാദിൻ്റെ പ്രസംഗത്തിൽ നൗഷാദ് ഉപയോഗപ്പെടുത്തിയതാണ്. ഞാനെങ്ങാനും കാന്തപുരം, അന്ന് ഖമറുൽ ഉലമ എന്നാണ്, ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളെ ഞാനെങ്ങാനും എൻ്റെ നാക്ക് കൊണ്ട് ഒരു തരം താഴ്ന്ന രൂപത്തിൽ ഞാൻ സംസാരിച്ചാൽ, കുറ്റപ്പെടുത്തിയാൽ, അന്നു മുതൽ എൻ്റെ തലക്ക് വെളിവില്ല, ഞാൻ പിരാന്തനാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളണം എന്നാണ് നൗഷാദ് പറഞ്ഞത്. ഇപ്പം നമ്മൾ നൗഷാദിനെ പറ്റിയിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? അല്ല, ഞാൻ പറയണ്ട, നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഇപ്പം നമ്മൾ നൗഷാദിനെ പറ്റിയിട്ട് എന്താ മനസ്സിലാക്കേണ്ടത്? ഓനെ മൂച്ചി പിരാന്തെന്നാ, കൊടിയ പിരാന്തെന്നാ പറയേണ്ടത്? എന്താ പറയേണ്ടതെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇതാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ. AP ഉസ്താദ് ഇപ്പോൾ AP ഉസ്താദിനെ ഏറ്റവും കൂടുതൽ അന്ന് പ്രസംഗിച്ചപ്പോൾ ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉള്ള മതവും ഇല്ലാത്ത മതവും പറയുമ്പോഴൊക്കെ തന്നെ നമ്മളെ നേതാക്കന്മാർ പേരോട് ഉസ്താദിനെ പോലത്തോര് ഉള്ളത് പറഞ്ഞാൽ മതി ചങ്ങായി, ഉള്ളത് പറഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ ഉസ്താദും അങ്ങനെ തന്നെ ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളതന്നെ ഇഷ്ടം പോലെ പറയാണ്ടല്ലോ, ഉള്ളതന്നെ ഇഷ്ടം പോലെ പറയുന്നത്. പിന്നെ എന്തിനായി കെട്ടിക്കാണ്ട് പിന്നെ അങ്ങനെ പറയണത് എന്നൊക്കെ ഓനോട് അക്കാലഘട്ടത്തിൽ തന്നെ ചോദിച്ചിരുന്നു ഇവൻ്റെ ഓരോ വർത്തമാനത്തിൽ. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഓന് എന്ത് ചെയ്തു? ആ ഖമറുൽ ഉലമയും സുൽത്താനുൽ ഉലമയൊക്കെ പോയി AP മൂല്യരായി. ഇജി AP മൂല്യർ എന്ന് പറയണ്ട, ഇജ് കാന്തപുരം അബൂക്കർ എന്ന് പറഞ്ഞാൽ മതി, അതിന് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ശംസുൽ ഉലമയിൽ മാതൃകയുണ്ട്, ശംസുൽ ഉലമയുടെ മാതൃകയിലാണ് ഞങ്ങൾ ഉള്ളത് എന്നൊക്കെ പ്രസംഗിച്ച് അന്ന് ശംസുൽ ഉലമ എൻ്റെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇജൊരു ഏറ്റവും കൂടുതൽ എണ്ണിക്കഴിഞ്ഞാൽ ശംസുൽ ഉലമ എന്നൊരു പിന്നെ 313 എട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ശംസുൽ ഉലമ. അതെന്തിനാറിയോ? ഈ കുട്ടികളായിക്ക് ഇങ്ങനെ വെല്ലം ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇറ്റങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഇറ്റങ്ങൾ ചോറാ തിന്നണത്, ഇപ്പം തിന്നണത് റോസാണ്, മറ്റൊരു തിന്നണത് ചോറാണ്, അത് റൈസാണ്, ഇത് റോസാണ്, രണ്ടും വ്യത്യാസമുണ്ട്. അങ്ങനെ ഐറ്റങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കി ഇവൻ തരികടയാണ്, ഇപ്പം നമ്മളെ പറ്റിച്ചാണ്. ഐറ്റങ്ങൾ ഇപ്പോൾ മാറി നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ശംസുൽ ഉലമ പോയിക്കണം കേട്ടോ. ഇപ്പോൾ ശംസുൽ ഉലമ പോയിക്കണം. ഇപ്പം EK അബൂബക്കർ മുസ്ലിയാർ അയക്കണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പോലെ ഇപ്പം EK അബൂബക്കർ മുസ്ലിയാർ അയക്കണം. അതൊന്ന് കേട്ടോ നമുക്ക്. മശായിഖുമാർ അവരിൽ ഉറപ്പിച്ചവരാണ് മശായിഖുമാർ, അവരുടെ അഹ്ലുകാർ അല്ലേ? നിങ്ങൾ സുന്നിയാന്ന് പറഞ്ഞാൽ തന്നെ അതിനെ മാനും കൂടി ആ ഉസ്താദ് തന്നെ പറഞ്ഞുതരും. EK ഉസ്താദിന്റെ നിലപാടുകളാണ് നമ്മുടെ നിലപാട്. കേട്ടില്ല ഞങ്ങൾ? ഇപ്പം ഈ പ്രസംഗിച്ചോടത്തോടെ എന്തായി?
ഷംസുലമ പോയിക്കണം കേട്ടോ ഇതിൽ ഇ കെ ഉസ്താദ് എത്തിക്കണം. ഇനി അതങ്ങനെ അയിമക്കട് ചാടിയിട്ട് ഇ കെ ഉസ്താദിനും പച്ചത്തൊരി പറഞ്ഞുകൊണ്ട് നടക്കും. ഇതൊക്കെ കൊടുന്നുകാണ്ട് ഓരോ നാട്ടിൽ കൊടുന്നുകാണ്ട് ഓരോരുത്തർ നടത്തുന്നുണ്ടല്ലോ. തേരണ്ടിവാർ അച്ചാറിൽ മുക്കിയിട്ട് തല്ലണം ഈ പണിക്കൊക്കെ. നമ്മളെ ജാതി അല്ലാത്ത മറ്റു ജാതിക്കാർ ഇത് കേൾക്കുമല്ലോ, ഇവൻ്റെ ഈ കാട്ടിക്കൂട്ടൽ, ഈ കോപ്പറേറ്റ് ഇത്തരങ്ങൾ. അള്ളാഹു താല കാത്തു രക്ഷിക്കട്ടെ. ഇപ്പോൾ